പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേൾഡ് കപ്പിൽ ഇന്നലെ ജർമ്മനിയുടെ ആദ്യ മത്സരമായിരുന്നു. കുറോസോവയ്ക്കെതിരെയുള്ള മത്സരം 7-1 എന്ന സ്കോറിലാണ് ജർമ്മനി വിജയിച്ചത്. കുറോസോവയ്ക്ക് തിരിച്ചൊരു ഗോൾ അടിക്കാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്നലത്തെ ഒരു മത്സരത്തിന് ശേഷം ജർമ്മനിക്കൊരു റെക്കോർഡ് കിട്ടിയിരിക്കുകയാണ്. ഇന്നലെ വരെ വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ടീം ബ്രസീലായിരുന്നു. 238 ഗോളുകളോളമാണ് ബ്രസീൽ വേൾഡ് കപ്പിൽ അടിച്ചുകൂട്ടിയിട്ടുള്ളത്. ആ ഒരു റെക്കോർഡ് ഇന്നലത്തോടെ ജർമ്മനി തകർത്തിരിക്കുകയാണ്. വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ടീമെന്ന ബഹുമതി ഇനി ജർമ്മനിക്ക് സ്വന്തം. ഇതുവരെ ബ്രസീലിന്റെ മാത്രമായിരുന്ന ഒരു റെക്കോർഡാണ് ഇന്നലത്തെ മത്സരത്തോടെ ജർമ്മനി തിരുത്തി എഴുതിയത്. വേൾഡ് കപ്പിൽ ജർമ്മനി 239 ഗോളുകളോളമാണ് അടിച്ചുകൂട്ടിയിട്ടുള്ളത്. ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ മികച്ചൊരു തുടക്കം ജർമ്മനിക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്തൊരു വാർത്ത സൂപ്പർ താരം നെയ്മറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ബ്രസീൽ ആരാധകർക്കെല്ലാം ഏറെ ആശങ്കയുള്ള ഒരു കാര്യമാണ് നെയ്മറിന്റെ പരിക്ക്. ഈ ഒരു വേൾഡ് കപ്പിന് മുൻപ് തന്നെ പരിക്കിന്റെ പിടിയിലായിരുന്നു നെയ്മർ. നിലവിൽ പരിക്കിൽ നിന്നും നെയ്മർ റിക്കവേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നെയ്മറിന്റെ റിക്കവറി സ്റ്റേജ് ഇപ്പോഴും പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ആഴ്ച തന്നെ നെയ്മർ ട്രെയിനിങ്ങിന് ഇറങ്ങിയേക്കും. വീണ്ടും പരിക്ക് വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമായിരിക്കും അദ്ദേഹത്തിന് മറ്റു താരങ്ങൾക്കൊപ്പം ട്രെയിനിങ്ങിന് വിടുകയുള്ളൂ. നെയ്മറിന്റെ കാര്യത്തിൽ ടീം വളരെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. വേൾഡ് കപ്പിന്റെ നോക്കൌട്ട് സ്റ്റേജിലേക്ക് നെയ്മറിനെ സജ്ജനാക്കി എടുക്കുക എന്നുള്ളതാണ് ടീമിന്റെ ലക്ഷ്യം. വരുന്ന ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിലും അതുപോലെ തന്നെ സ്കോട്ട്ലൻഡിനെതിരെയുള്ള മത്സരത്തിലും നെയ്മർ അവൈലബിൾ ആയിരിക്കില്ല. നോക്കൌട്ട് സ്റ്റേജിലേക്ക് വരുമ്പോഴൊക്കെ ആയിരിക്കും നെയ്മർ പൂർണ്ണമായും ഫിറ്റ് ആയേക്കുക. നെയ്മർ ആരാധകർക്ക് അല്പം നിരാശ നൽകുന്നൊരു വാർത്തയാണിത്. അടുത്തൊരു വാർത്ത റിയൽ മാഡ്രിഡുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അങ്ങനെ ഇപ്പോൾ മാർക്ക് കുക്കുറയെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് റയൽ മാഡ്രിഡ്. 6 സീസണോളം വരുന്ന ഒരു കോൺട്രാക്റ്റാണ് നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. 60 മില്യൺ യൂറോയ്ക്കാണ് താരത്തിനെ റയൽ മാഡ്രിഡ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി റയലിന്റെ ജേഴ്സി അണിഞ്ഞിട്ടായിരിക്കും താരം കളിച്ചേക്കുക. ഇനിയും ഒരുപാട് വമ്പൻ സൈനിങ്സ് റയലിന്റെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.